ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആദ്യമായി ഇക്കാര്യം ലോകത്തെ തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത്. ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്, ഒരു രാത്രി മുഴുവൻ നീണ്ട സംഭാഷണങ്ങൾക്കും മധ്യസ്ഥ ചർച്ചകൾക്കും ഒടുവിൽ അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് ഇമ്മീഡിയറ്റ് സീസ് ഫയറിന്, അടിയന്തരമായ വെടിനിർത്തലിന് ഇന്ത്യയും പാകിസ്ഥാനും സമ്മതിച്ചു എന്നാണ്. ഇരു രാജ്യങ്ങളുടെയും കോമൺ സെൻസിനെയും ഗ്രേറ്റ് ഇൻ്റലിജൻസിനെയും അഭിനന്ദിക്കുന്നുവെന്നും നന്ദി പറയുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് ആ എക്സ് പ്ലാറ്റ്ഫോമിലെ പോസ്റ്റിൽ പറയുന്നുണ്ട്. അതിന് പിന്നാലെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായി, വെടിനിർത്തൽ വന്നുവെന്ന്. അതിനും കുറച്ച് സമയം കഴിഞ്ഞാണ് ഇന്ത്യ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കുന്നത്. പാകിസ്ഥാനുമായി വെടിനിർത്തലിന് ധാരണയായി എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ കര, വ്യോമ, നാവികസേന നടപടികളെല്ലാം നിർത്തിവെക്കുകയാണ്, ഇരു രാജ്യങ്ങൾ തമ്മിൽ സമ്മതിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇങ്ങനെയൊരു വെടിനിർത്തൽ ഉണ്ടായത് എന്ന് ഇന്ത്യ ഔദ്യോഗികമായി എവിടെയും പറഞ്ഞിട്ടില്ല. മൂന്നാമത് ഒരു മധ്യസ്ഥനോ അല്ലെങ്കിൽ ഒരു മൂന്നാം കക്ഷി ഇതിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ത്യ ഔദ്യോഗികമായി പറയുന്നത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്തായിരിക്കും? അത് ഞങ്ങൾ ലോകശക്തിയാണ്, ഞങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ് യുദ്ധങ്ങളൊക്കെ പര്യവസാനിക്കുന്നത് എന്ന ഒരു ഖ്യാതി ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കണം എന്നാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത്. പക്ഷേ അതേസമയം ഈ യുദ്ധം തുടർന്നു പോയാൽ പാകിസ്ഥാൻ തകർന്നു തരിപ്പണമാകും. അതായത് പാകിസ്ഥാന് സംഭവിക്കാൻ പോകുന്ന കോൺസിക്വൻസസിനെ കുറിച്ച് പാകിസ്ഥാനിൻ്റെ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീറിനെ വിളിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് സംസാരിച്ചിരുന്നു. അതായത് പണി കിട്ടും എന്ന് ഉറപ്പായതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാലിൽ വിളിച്ച് കരഞ്ഞ് ഞങ്ങൾ വെടിനിർത്തുകയാണ്, നിങ്ങളും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് വാർത്തകൾ പരിശോധിച്ചപ്പോൾ, ഇക്കാര്യങ്ങളെല്ലാം അവലോകനം ചെയ്തപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന ഇൻപുട്ട് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ ഭയന്ന് വിറച്ച് ഇന്ത്യയുടെ കാലിൽ വീണത് തന്നെയാണ് എന്നാണ്. കാരണം നാവികസേന കറാച്ചി ലക്ഷ്യമാക്കി ആക്രമണം നടത്താൻ സന്നദ്ധമായി നിൽക്കുന്നു. പാകിസ്ഥാനെ വളയുന്ന വിധത്തിൽ കരസേനയും വ്യോമസേനയും നാവികസേനയും ഇന്ത്യൻ ആർമി പരിപൂർണ സജ്ജമായി നിൽക്കുന്നു. ഇന്ത്യക്ക് നേരെ രണ്ട് ദിവസം രാത്രികളിൽ നടത്തിയ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും 8 നിലയിൽ പൊട്ടുന്നു. പാകിസ്ഥാനെ സഹായിച്ച ചൈനീസ് ആയുധങ്ങൾ കളിപ്പാട്ടമാണോ എന്ന് ലോകം പുച്ഛിച്ച് ചോദിക്കുന്നു. തുർക്കി വലിയ സംഭവമാണ്, ഭയാനകമായ ബോംബുകൾ വഹിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഡ്രോണുകളാണെന്നൊക്കെ പറഞ്ഞ് കുറേ ഡ്രോണുകൾ കൊടുത്തു. 36 കേന്ദ്രങ്ങൾ ആദ്യ ദിവസം ടാർഗറ്റ് ചെയ്തു. 24 കേന്ദ്രങ്ങൾ, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ 24 എണ്ണം രണ്ടാം ദിവസം ടാർഗറ്റ് ചെയ്തു. പാകിസ്ഥാൻ അവിടെ നിന്ന് ഈ തുർക്കിഷ് ഡ്രോണുകൾ അയച്ചു. അതെല്ലാം ഒരെണ്ണം പോലും ലക്ഷ്യമെത്താത്ത വിധത്തിൽ ഇന്ത്യ തകർത്തെറിഞ്ഞു. അതിനുശേഷം ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ വിമാനത്താവളങ്ങൾ തകർന്നടിഞ്ഞു. ഭീകരവാദ കേന്ദ്രങ്ങൾ, അവരുടെ ലോഞ്ചിങ് പാഡുകൾ പരിപൂർണമായി തകർത്തു. ഇതിൻ്റെയൊക്കെ കൃത്യമായ വീഡിയോകൾ ഇന്ത്യ പുറത്തുവിട്ടു. ലാഹോറിലെയും ഇസ്ലാമാബാദിലെയും ഒക്കെ പ്രധാനപ്പെട്ട എയർബേസുകൾ, സൈനിക താവളങ്ങളൊക്കെ തകർക്കുകയാണ് ഇന്ത്യ. അങ്ങോട്ട് കയറി വലിയ തോതിലുള്ള ആക്രമണമാണ് ഇന്ത്യൻ ആർമി നടത്തിയത്. അതുപോലെ തന്നെ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ സൈനികർക്ക് നേരെ ശക്തമായ തിരിച്ചടി കൊടുക്കുന്നു, ഭീകരവാദികൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അങ്ങനെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇന്ത്യ അതിശക്തമായി പാകിസ്ഥാന് നേരെ ഓരോ ദിവസവും രാത്രികളിൽ ആക്രമണം ശക്തമാക്കുന്നതോടുകൂടി ഇനി മുന്നോട്ട് പോയാൽ വലിയ ബുദ്ധിമുട്ടാകുമെന്ന തരത്തിലേക്ക് പാകിസ്ഥാനിലെ നിലപാടെത്തി. അതിൻ്റെ അടയാളമായിരുന്നു ആണവായുധ പ്രയോഗവുമായി ബന്ധപ്പെട്ട് രാവിലെ വന്ന വാർത്ത. ഇന്ന് രാവിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്, എനിക്ക് തോന്നുന്നു ന്യൂസ് 18 നെറ്റ്വർക്കിൻ്റെ കേരള ചാനലിലൊക്കെ വന്നൊരു ടൈറ്റിൽ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടായിരുന്നു. അതായത് അവിടുത്തെ ആണവ ആയുധങ്ങൾ അല്ലെങ്കിൽ ആണവശക്തി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം പാകിസ്ഥാനിൽ ചേരുന്നു. അതുകൊണ്ട് തന്നെ അത് ആണവായുധം പ്രയോഗിക്കുന്നതിന് വേണ്ടി ആയിരിക്കും എന്ന തരത്തിലായിരുന്നു ഈ വാർത്ത വന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുകയാണെന്നൊരു പ്രതീതി ഉണ്ടാക്കി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ ഇങ്ങോട്ട് ഒരു സമരസപ്പെടലിന് വരുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ളൊരു നീക്കമാണ് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാന് കൃത്യമായി മനസ്സിലായി, ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ പാകിസ്ഥാൻ
പാകിസ്ഥാൻ ബാക്കിസ്ഥാനാകുമെന്ന്, അതായത് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതൊരു ബാക്കിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടും, അത്രയേ ഉള്ളൂ എന്ന രീതിയിലേക്ക് ഇന്ത്യ തുനിഞ്ഞിറങ്ങുകയായിരുന്നു. എന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ എടുത്തൊരു തീരുമാനമെന്ന് പറയുന്നത്, ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരാക്രമണം ഇന്ത്യയിലേക്ക് ഉണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കുമെന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ ഭീകരവാദികളെ, അവരുടെ ഭീകരവാദികളെ നിലയ്ക്ക് നിർത്തിയില്ല, അവരിനി ഇന്ത്യയിലേക്ക് ഒരു ഏറുപടക്കം പറഞ്ഞാൽ പോലും അത് യുദ്ധത്തിൻ്റെ പരിധിയിൽ വരും, ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. ഇതെല്ലാം കൂടി കാണുമ്പോൾ പാകിസ്ഥാനെ അമേരിക്ക ഉപദേശിച്ചതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ആ രാവിലെയുള്ളൊരു ഫോൺ വിളി. അതായത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പാകിസ്ഥാൻ സൈനിക മേധാവിയായ മുനീറിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. സാധാരണ ഒരു രാജ്യത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി മറ്റൊരു രാജ്യത്തിൻ്റെ സൈനിക മേധാവിയെ അങ്ങനെ വിളിച്ച് സംസാരിക്കാറില്ല. പക്ഷേ ഇവിടെ അസാധാരണമായൊരു നീക്കമുണ്ടായി. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് പല ഇടപാടുകളും പാകിസ്ഥാനുമായിട്ടുണ്ട്, ആയുധ ഇടപാടുകൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനോടുള്ള എന്തെങ്കിലും ഒരു കൺസേണിൻ്റെ പുറത്ത് അമേരിക്ക പാകിസ്ഥാനെ വിളിച്ച് നിങ്ങൾ ഈ വിധത്തിൽ പോയാൽ പണി പാളും, എത്രയും പെട്ടെന്ന് വെടിനിർത്തലിലേക്ക് പോകൂ എന്ന് ഉപദേശിച്ചിട്ടുണ്ടാകും. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ്റെ ഒരു മുൻ എയർ മാർഷൽ, ഒരു മുൻ സൈനിക മേധാവിയുടെ ഒരു ഇൻ്റർവ്യൂ അവിടുത്തെ ഒരു ചാനൽ പുറത്തുവിട്ടിരുന്നു. അതിൽ പറയുന്നത്, പാകിസ്ഥാൻ എന്നൊക്കെ ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ പോയിട്ടുണ്ടോ അന്നൊക്കെ വലിയ നാശനഷ്ടം പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട് എന്ന് മുൻ സൈനിക മേധാവി പറയുകയാണ്. 6 ലക്ഷം മാത്രമുള്ള സൈന്യം എങ്ങനെയാണ് 16 ലക്ഷമുള്ള സൈന്യത്തെ നേരിടുക? ഏറ്റവും വലിയ വ്യോമസേനയാണ്, വലിയ സന്നാഹങ്ങളാണ്, വലിയ വിമാനങ്ങളാണ്, വലിയ തോതിലുള്ള ഈ പറയുന്ന ടെക്നോളജിയാണ് വ്യോമസേനയിൽ ഇന്ത്യക്കുള്ളത്. അപ്പോൾ അവിടെ 1-2 വിമാനങ്ങൾ, ചൈനീസ് വിമാനങ്ങളുമായിട്ട് ഈ ഇന്ത്യയെ നേരിടാൻ എങ്ങനെയാണ് പാകിസ്ഥാന് സാധിക്കുക എന്നാണ് പാകിസ്ഥാൻ്റെ മുൻ സൈനിക മേധാവി പറഞ്ഞത്. എന്ന് മാത്രമല്ല, സംയമനം പാലിക്കുന്നതാണ് ബുദ്ധിപരമായ നീക്കമെന്നുകൂടി അയാൾ പറഞ്ഞിരുന്നു. അത് പാകിസ്ഥാനിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അതുപോലെ തന്നെ ബലൂചിസ്ഥാനിൽ BLA, ബലൂച്ച് ലിബറേഷൻ ആർമി അവിടെ പിടിച്ചെടുക്കുകയും അത് സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ആഭ്യന്തര കലാപം പാകിസ്ഥാനിൽ രൂക്ഷമായി നിൽക്കുന്നു. എന്ന് മാത്രമല്ല, അവിടെ വലിയ ഇന്ധനക്ഷാമം ഉണ്ടാകുന്നു പാകിസ്ഥാനിൽ. അതേ കറാച്ചി തുറമുഖത്തിൻ്റെയൊക്കെ പ്രവർത്തനം നാശമാകുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന ഭീതി വരുന്നു. അങ്ങനെ വ്യവസായ മേഖല തകരുന്നു, വിമാനത്താവളങ്ങൾ പൂർണ്ണമായി അടച്ചിടുന്നു, വ്യോമപാത അടയുന്നു. ഇതൊന്നും ഇന്ത്യയിൽ സംഭവിച്ചിട്ടില്ല. ഇന്ത്യയിൽ ചില വിമാനത്താവളങ്ങൾ അടച്ചു എന്നല്ലാതെ വേറൊരു കുഴപ്പവും നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടില്ല. നമ്മൾ ഹൈ അലർട്ടിലായിരുന്നു, നമുക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി, മോക്ക് ഡ്രിൽ നൽകി എന്നതിനപ്പുറത്തേക്ക് ചെറിയ ചില ആക്രമണങ്ങളൊക്കെ കശ്മീരിലും ഈ പഞ്ചാബ് പോലുള്ള ഇടങ്ങളിലെ അതിർത്തിയിലൊക്കെ ഉണ്ടായി എന്നല്ലാതെ പാകിസ്ഥാനിലുണ്ടായ നാശനഷ്ടങ്ങളും അവിടുത്തെ ഭീകരാവസ്ഥയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള അത്തരം പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിൽ, ബൗണ്ടറിക്കുള്ളിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ വലിയ നാശനഷ്ടം പാകിസ്ഥാനായിരിക്കും. പാകിസ്ഥാൻ്റെ ഓഹരി വിപണി തകർന്നടിഞ്ഞ് നാശമായിപ്പോയി. അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ധനക്ഷാമം അവിടെ രൂക്ഷമായി, തുറമുഖങ്ങളുടെ പ്രവർത്തനം താറുമാറായി, അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങൾ പലതും തകർന്ന തരിപ്പണമായി. ഇന്നലെ വന്നൊരു വാർത്ത, പാകിസ്ഥാൻ്റെ പല സൈനിക പോസ്റ്റുകളിൽ നിന്നും ഈ സൈനികർ ഭയന്ന് ഓടുകയാണ്, പിന്തിരിഞ്ഞോടുകയാണ് എന്നുള്ളതായിരുന്നു. അതായത് ഇന്ത്യ നടത്തുന്ന ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങളൊക്കെ തങ്ങളുടെ ജീവൻ എടുക്കുമെന്ന് ബോധ്യം വന്നതോടുകൂടി പാകിസ്ഥാൻ സൈന്യം ജീവനും കൊണ്ട് ഓടുകയാണ്. അതുപോലെ തന്നെ അവിടെ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു, ഭരണ അസ്ഥിരതയുണ്ടാകുന്നു, ഭീകരവാദികളുടെ തലവന്മാരെ ഒന്നൊന്നായി കാണാതാകുന്നു, ഭീകരവാദികളുടെ കീഴെയുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരു സാഹചര്യം. അങ്ങനെയുള്ള പലതരത്തിലുള്ള തിരിച്ചടികളും പാകിസ്ഥാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനിയും ഈ യുദ്ധം നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാകിസ്ഥാൻ വെറും പാകിസ്ഥാനായി പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് തോന്നിയിട്ട് തന്നെ പാകിസ്ഥാൻ കാലിൽ വീണതാണ് എന്നാണ് ഞാൻ ഇതുവരെയുള്ള അനാലിസിസ്. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയമെന്ന് പറയുന്നത് 7 മണിയാണ് വൈകിട്ട്. ഇതുവരെയുള്ള വാർത്തകൾ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അതാണ്. പിന്നെ അമേരിക്ക ഞങ്ങളുടെ മീഡിയേഷൻ പ്രകാരമാണ് ഇത് നടന്നത് എന്നൊക്കെ ഒരു ഖ്യാതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ഞങ്ങൾ ലോകശക്തിയാണ്, ഞങ്ങളാണിത് എല്ലാം സെറ്റിൽ ചെയ്തത് എന്ന് വരുത്താൻ വേണ്ടിയായിരിക്കും. കാരണം ഇന്ത്യ ഒരിക്കലും അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ സമയത്ത് ഇപ്പോൾ വരുന്ന വാർത്തയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരി നോക്കുക. മനോരമ ഓൺലൈൻ്റെ വാർത്തയാണ്. പാക് DGMO ഇന്ത്യൻ DGMOയെ ഉച്ചകഴിഞ്ഞ് 3:35 വിളിച്ചിരുന്നു. കര, നാവിക, വ്യോമ മേഖലകളിൽ വെടിവയ്പ്പും സൈനിക നടപടികളിലും ഇന്ന് 5 മണി മുതൽ നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ബന്ധപ്പെട്ടവർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. മെയ് 12 തിങ്കൾ ഉച്ചയ്ക്ക് 12-ന് ഇരു രാജ്യങ്ങളിലെയും മിലിറ്ററി ഓപ്പറേഷൻ DGOമാർ വീണ്ടും ചർച്ച നടത്തുമെന്ന് വിക്രം മിസ്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ ഈ പറയുന്ന അമേരിക്കയുടെ ഒരു ഇടപെടൽ, അതായത് മൂന്നാമതൊരു കക്ഷി വന്നതിന് ശേഷമാണ്, ഇടപെടലിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായത് എന്ന് ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല.
US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും പാക് സൈനിക മേധാവി അസീം മുനീറുമായും ചർച്ച നടത്തിയിരുന്നു എന്ന സ്ഥിരീകരണം വന്നു. പക്ഷേ ആ ചർച്ചയെ തുടർന്നാണ് വെടിനിർത്താൻ ഇരു രാജ്യങ്ങളും തയ്യാറായത് എന്ന് ഇന്ത്യ ഔദ്യോഗികമായി ഇതുവരെ എവിടെയും പറഞ്ഞതായി നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ അതെങ്ങനെയായാലും ഈ ഒരു വെടിനിർത്തലിലേക്ക് കൊണ്ടുപോവുക കാര്യങ്ങൾ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ത്യയുടെ ആക്രമണം അവസാനിപ്പിക്കുക എന്നത് പാകിസ്ഥാന് മാത്രം ആവശ്യമാണ്. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകും. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാട് ശക്തമായിരുന്നു. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായി തന്നെ കണക്കാക്കി തച്ചു തകർത്ത് മുന്നോട്ട് പോകും. പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ഏതറ്റം വരെയും തിരിച്ചടിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായി തിരിച്ചടി കൊടുക്കും. ഭീകരവാദം അവസാനിപ്പിക്കും എന്നതു തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ആ നിലപാടിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. അതിശക്തമായ ആ നീക്കത്തെ തുടർന്ന് തന്നെയാണ് പാകിസ്ഥാൻ വിറച്ചു പോയത്, ഭയന്നു പോയത് എന്നു തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്.